നിങ്ങൾ എന്തോ ഇവിടെ കിടന്ന് കാണിച്ചത്? അല്ല, അതെന്താ പറയുന്നത്? എന്തോ ഇവിടെ കിടന്ന് ഈ സായിപ്പിനെ കാണുമ്പോ കവാത്ത് തുറക്കണം. എന്തോ ഇവിടെ കിടന്ന് കാണിച്ചത്? അതെ അതെ എന്തോ ഇവിടെ കിടന്ന് കാണിച്ചെന്തോ എന്തോ കാണിച്ചത്? നിങ്ങളെ തുമ്പിക്കൈ എവിടെ? നിങ്ങളെ തുമ്പിക്കൈ എവിടെ? പിന്നെ ഇവിടെ തുമ്പിക്കൈ എങ്ങനെ കാണിക്കണത്? തുമ്പിക്കൈ കാണിക്ക് തുമ്പിക്കൈ. ഞാൻ നന്നായിട്ട് കാണിച്ചു. നീ നന്നായിട്ടാ പാടിയത്. തുമ്പിക്കൈ പറഞ്ഞു കാണിക്കാൻ. നീ നന്നായിട്ടാ പാടിയത്. ഇങ്ങനെയാണ് നന്നായിട്ട്. എടി, ഞാൻ എത്ര എപ്പിസോഡ് വന്ന് നിന്നെ ഞാൻ പൊക്കി പറഞ്ഞു. എന്താ പൊക്കി പറഞ്ഞു? തുമ്പിക്കൈ കാണിക്കാൻ പറഞ്ഞു. ഞാൻ വന്ന് പൊക്കി പറഞ്ഞു. എന്താ പൊക്കി പറഞ്ഞു? തുമ്പിക്കൈ കാണിക്കാൻ പറഞ്ഞു. നിങ്ങൾ അഭിനയിക്കാൻ വന്ന അഭിനയിക്കണം. പൈസ കംപ്ലീറ്റ് ചെലവാക്കി എനിക്ക് ഒന്നാം സമ്മതം. അഭിനയിക്കണം. തുമ്പിക്കൈ ഞാൻ പറഞ്ഞോടത്തോണ്ട് വീട്ടിൽ വെച്ച് തുമ്പിക്കൈ മര്യാദയ്ക്ക് കാണിക്കണം എന്നാലേ എനിക്ക് പാടാൻ പറ്റുള്ളൂ. ഫോട്ടോ ചേച്ചി ക്ഷമിക്കാം, അതിപ്പോ പിള്ളേരൊക്കെ കാണുന്ന ഒരു ഷോ ആണേ അത്. എന്താടി? നീ എന്റെ ഭാര്യയൊക്കെ പിടിക്കുന്നത്. ഞാൻ തൊട്ടില്ല ചേട്ടാ. തുമ്പിക്കൈ കാണിക്കാൻ പറഞ്ഞ മര്യാദയ്ക്ക് കാണിക്കണം. പറഞ്ഞ മനസ്സിലായ? തുമ്പിക്കൈ കാണിക്കേ. അല്ല, ഇത് എന്റെ കുഴപ്പമാണ്. ഇവളെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് സംഭവിച്ചതാണിത്. തുമ്പിക്കൈയോ? അതെ അതെ അതെ. അതെ ഇവളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ത്യാഗരാജ ഗുരുക്കളുടെ അടുത്ത് കൊണ്ടുപോയി. പാട്ട് പഠിച്ച് ഒരു 2 മാസം കഴിഞ്ഞ് വീട്ടിൽ കയറുന്നപ്പോ ഇവളെ ശൈലിക്കൊക്കെ ഒരു മാറ്റം, നോട്ടത്തിനൊരു മാറ്റം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഏതായാലും 2 മാസം കൊണ്ട് പഠിച്ചതല്ലേ, ആ പഠിച്ചതൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞെന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കണ്ണൂർ നോക്കുമ്പോൾ ഞാൻ കോട്ടയ്ക്കൽ ആര്യവദ്യശാല കിടക്കാം. നീ എന്താണെന്ന് ചോദിച്ചു. എന്നെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുവിട്ടത് എവിടെയെന്ന് അറിയാമോ? സംഘടന ത്യാഗരാജന്റെ അടുത്ത്. പിന്നെ ഞാൻ എനിക്ക് പഠിപ്പിച്ചതല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റും.